സംസ്ഥാന സർക്കാരിന്റെയും കെ.എസ്.ഇ.ബി. ലിമിറ്റഡിന്റെയും നേതൃത്വത്തിൽ മഴവിൽ പദ്ധതികളുടെ ഭാഗമായി പുരപ്പുറ സന്നദ്ധ സൗരോർജ്ജ പദ്ധതി സമർപ്പണം കൊല്ലങ്കോട് പനങ്ങാട്ടിരി ആർ.പി.എം. ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. വൈദ്യുതി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സംസ്ഥാന സർക്കാരും കെ.എസ്.ഇ.ബി. ലിമിറ്റഡും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന മഴവിൽ പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി. കെ.എസ്.ഇ.ബി. ലിമിറ്റഡിന്റെ സംരംഭകത്വത്തിലും ഉപഭോക്താവിന്റെ സംരംഭകത്വത്തിലും പുരപ്പുറത്ത് സൗരോർജ്ജ നിലയം സ്ഥാപിച്ച് കെ.എസ്.ഇ.ബി. ലിമിറ്റഡിന്റെ ഗ്രിഡിൽ ഘടിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. സംസ്ഥാനത്ത് 1000 മെഗാവാട്ട് ശേഷി വർധനവാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ആർ.പി.എം. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരംഭകത്വത്തിൽ കെ.എസ്.ഇ.ബി. ലിമിറ്റഡ് നിർമ്മാണം പൂർത്തീകരിച്ച 10 kWp പുരപ്പുറ സൗരോർജ്ജ പദ്ധതി കെ. ബാബു എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഉൽപ്പാദനത്തിൽ നാടിന് തന്നെ മുതൽക്കൂട്ടാവുന്ന നിലയിൽ സംരംഭം നടത്തുന്നതിന് ആർ.പി.എം. ഹയർ സെക്കൻഡറി സ്കൂൾ എടുത്ത തീരുമാനം പ്രശംസനീയമാണെന്ന് കെ. ബാബു എം.എൽ.എ. പറഞ്ഞു. പ്ലാന്റിന്റെ സൈറ്റ് സർവേ നടത്തിയതിനു ശേഷം നിർമ്മാണ ചെലവിനുള്ള 5,34,000 രൂപയുടെ ഡിമാൻഡ് സംരംഭകന് നൽകിയിരുന്നു. പ്രതിമാസം ഉദ്ദേശം 1200 യൂണിറ്റ് വൈദ്യുതിയാണ് പ്ലാന്റിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സാധാരണ നിലയിൽ പനങ്ങാട്ടിരി ആർ.പി.എം. ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നതിന് ഇത് മതിയാകുന്നതാണെന്നും സ്കൂളിന്റെ ഉപയോഗം കഴിഞ്ഞ് അധികം വരുന്ന വൈദ്യുതി കെ.എസ്.ഇ.ബി. ലിമിറ്റഡ് എടുക്കുകയും പ്രതിവർഷം സ്കൂളിന് അതിന്റെ തുക നൽകുകയും ചെയ്യുമെന്നും കെ. ബാബു എം.എൽ.എ. അറിയിച്ചു. സൂര്യന്റെ താപത്തിൽ വൈദ്യുതി ആക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കെ.എസ്.ഇ.ബി. തന്നെ നടത്തുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോഴും ഏറെ സബ്സിഡി നൽകിക്കൊണ്ടാണ് അവരവരുടെ വീടുകൾക്ക് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി എന്ന നിലയിൽ ഊർജ്ജ മിഷനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ അറിയുന്നത് ഇലക്ട്രിക്കൽ യൂണിറ്റ് നോർത്ത് സോണിൽ ഏറ്റവും ആദ്യത്തെ പുരപ്പുറ ഊർജ്ജം നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഇവിടെ നടത്തുന്നത്. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ അധ്യക്ഷയായി. ഡിവിഷൻ നോർത്ത് പ്രൊജക്ട് മാനേജർ കെ. അയൂബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആർ.പി.എം. എച്ച്.എസ്.എസ്. മാനേജിംഗ് ട്രസ്റ്റി കൊച്ചി കൃഷ്ണപ്പണിക്കർ എഗ്രിമെന്റ് സ്വീകരിച്ചു. വാർഡ് മെമ്പർ പി. ശിവപ്രസാദ്, ആർ.പി.എം. എച്ച്.എസ്.എസ്. മാനേജ്മെന്റ് പ്രതിനിധി ബി. പത്മനാഭൻ, പി.ടി.എ. പ്രസിഡന്റ് പി. മണി, പ്രിൻസിപ്പൽ പി. ബിജോഷ് കുമാർ, ഹെഡ്മിസ്ട്രസ് എ. ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പി. വി. കൃഷ്ണദാസ് സ്വാഗതവും ചിറ്റൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ. സുചിത്ര നന്ദിയും പറഞ്ഞു.